നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16, 2025 ബുധൻ. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്തതെങ്കിൽ കൂടിയിട്ടും സെൻസെക്സും നിഫ്റ്റിയും ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്ന ദൃശ്യം കാണുവാനായിട്ട് സാധിച്ചു. തത്സമയം ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലൊക്കെ നേട്ടത്തോടു കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെക്ഷൻ ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ മാർക്കറ്റിന്റെ ഫസ്റ്റ് സെക്ഷന്റെ തുടക്കത്തില് മാർക്കറ്റ് ഫോൾ ആകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക ഉണ്ടായത്. തുടക്കത്തില് സെൻസെക്സിൽ 150-ലേറെ പോയിന്റുകളുടെ ഇടിവ് നേരിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റി 25,121 എന്ന ലെവലില് സപ്പോർട്ട് എടുക്കുന്നതായിട്ടും കണ്ടു. ഇന്നൊരു കൺസോളിഡേറ്റഡ് ആയ മാർക്കറ്റാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സഹായകമായത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് എല്ലാ മേജർ ഇൻഡസ്ട്രീസിലും വളരെ നാരോ ആയ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. ഇന്ന് ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസ് സെൻസെക്സിനും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. എന്നാൽ ഫിൻ നിഫ്റ്റി 12 പോയിന്റുകളുടെ നഷ്ടത്തോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നത് കണ്ടത്. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ചോപ്പി സെക്ഷനോട് കൂടിയിട്ടുള്ള കൺസോളിഡേഷൻ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇതിന് പ്രധാനമായിട്ടും കാരണമായത് ഇന്നലെ യുഎസിൽ നിന്നും വന്ന മോശമായ ഇൻഫ്ലേഷൻ ഡേറ്റകളെ തുടർന്നാണ്. അത് ഇന്ന് രാവിലെ നമ്മളും കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിലും അതിന്റെ ഒരു പ്രതിഫലനം. ഇന്ന് നമ്മുടെ മാർക്കറ്റിലും അതിന്റെ ഒരു പ്രതിഫലനം ദൃശ്യമായി. ഇന്ന് NSEയിൽ 1513 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1144 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്നും ഇന്ത്യ വിക്സ് 2% ഇടിവ് നേരിടുകയുണ്ടായി. 11.24 എന്ന നിലയിലാണ്. 15 മാസങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ലോയാണ്. ഇന്ന് ഡോളർ ഉയർന്നതിന്റെ ഭാഗമായിട്ട് ടാറ്റ സ്റ്റീൽ, സെയിൽ തുടങ്ങിയ മെറ്റൽ സ്റ്റോക്കുകളിൽ ഇടിവ് നേരിടുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ പല സമയത്തും മെറ്റൽ സെക്ടർ 1% നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായെങ്കിൽ കൂടിയിട്ടും ക്ലോസിംഗ് ബേസിസിൽ മെറ്റൽ സെക്ടറിൽ 0.5% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം ഓട്ടോ, FMCG, IT, PSU ബാങ്ക്, മീഡിയ തുടങ്ങിയ ഇൻഡസ്ട്രീസില് 0.5% മുതൽ 1.2% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. M&M, വിപ്രോ, SBI, നെസ്ലെ ഇന്ത്യ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ഇറ്റേണൽ, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 13 പൈസയുടെ ഇടിവ് നേരിടുകയുണ്ടായി. 85.94 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാൻ സഹായിച്ച 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ 120 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. ഈ മാസം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആണെങ്കിൽ കൂടിയിട്ടും കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ ഒരു ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും ബൈ നടത്തിയത് നിക്ഷേപകരിലും മാർക്കറ്റിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം മുൻപേ വന്ന CPI ഇൻഫ്ലേഷൻ ഡേറ്റയുടെ പോസിറ്റീവ്നെസ് തന്നെയാണ് ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിലേക്ക് ആകർഷിക്കുക ഉണ്ടായത്. മാത്രമല്ല Q1 റിസൾട്ടുകളുടെ കാലഘട്ടം തുടങ്ങുകയുമാണ്. ഇന്നലത്തെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ബൈ ചെറുതാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് സെന്റിമെന്റ്സിനെ ഉയർത്തുവാൻ ഇത് സഹായകമായി. ഈ ഒരു ആക്ഷൻ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിന്റെ നേട്ടത്തെ സഹായിച്ചത് ഇന്ത്യ വിക്സ് ഇന്നും ഇടിവ് രേഖപ്പെടുത്തുകയുണ്ട്. ലോ വിക്സ് സൂചിപ്പിക്കുന്നത് തന്നെ മാർക്കറ്റിലെ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെയും അതുപോലെ തന്നെ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഭയക്കുറവിനെയുമാണ്. ഈ 2 കാര്യങ്ങളും ഇന്ത്യ വിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിലവിൽ നമ്മുടെ മാർക്കറ്റില് സ്റ്റേബിൾ ആയ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ട്. അതിന് ഊർജം പകർന്നത് കഴിഞ്ഞ ദിവസം വന്ന CPI ഡേറ്റയാണ്. അതിന്റെ ഫലമായി തന്നെ നിക്ഷേപകരുടെ ആത്മവിശ്വാസവും വർദ്ധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ടുള്ള ഘടകം ഇന്ന് IT സെക്ടറിൽ കണ്ട ബൈയിങ് തന്നെയാണ്. നമ്മൾ കണ്ടു ഒരു മാസത്തിന് മുൻപേ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ നിഫ്റ്റി 9 മാസങ്ങൾക്ക് മുന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. നിഫ്റ്റി പുറകോട്ട്
നിൽക്കുകയായിരുന്നു. കാരണം IT സെക്ടറിന്റെ പുവർ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ഈ പ്രാവശ്യം ആദ്യം വന്ന് TCSന്റെ റിസൾട്ടിനെ തുടർന്ന് മാർക്കറ്റിലുണ്ടായ നിരാശയും ഈ ഒരാഴ്ചയിലേറെ കാലമായി നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ആകുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം IT സെക്ടറിലേക്കും പതുക്കെ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു ഇന്നലെയും IT ഇൻഡെക്സിൽ 1% റാലി നടക്കുന്നതായിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ നിഫ്റ്റി ITയിൽ 1% നേട്ടം കണ്ടെങ്കിൽ കൂടിയിട്ടും അവിടെ നിന്നും ചെറിയ ഇടിവ് നേരിട്ടെങ്കിൽ കൂടിയിട്ടും 0.63% നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റി ITക്കും സാധിക്കുകയുണ്ടായി. സോ ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ പ്രധാനമായിട്ടും നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സഹായിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പതഞ്ജലി ഫുഡ്സില് തുടർച്ചയായി 2 ദിവസം കൊണ്ട് 8% റാലി കാണുന്നുണ്ട്. കാരണം നാളെയാണ് ബോർഡ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കാരണം ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇതിനെ തുടർന്നാണ് തുടർച്ചയായി 2 ദിവസം സ്റ്റോക്കിൽ റാലി ദൃശ്യമാകുന്നത്. അതുപോലെ തന്നെ പുതിയ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഒരു ബൂം തന്നെയാണ് നിലവിൽ ദൃശ്യമാകുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഭൂമിയിലേക്ക് പോകുവാണെന്നുള്ള ഇൻഡിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടു. ഒത്തിരി പ്രൊജക്ടുകൾ, അതായത് പ്രത്യേകിച്ച് ലക്ഷറി പ്രൊജക്ടുകളൊക്കെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മേഖലയിലൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ മുൻകൂട്ടി തന്നെ ബുക്ക്ഡായി പോകുന്നു. തൽഫലമായി തന്നെ ഇന്ത്യൻ റിയാലിറ്റി സ്റ്റോക്കുകളിലും അതിന്റെ പ്രതിഫലനം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഓല ഇലക്ട്രിക്കില് 17% റാലി നടന്നത് Q1 റിസൾട്ട് വന്നതിന് ശേഷം. പക്ഷെ ഇന്ന് സ്റ്റോക്കിൽ 3% ഇടിവ് നേരിടുകയുണ്ടായി. ഇതിന് കാരണം മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. ലൈസൻസ് ഇല്ലാത്ത ഷോറൂമുകളും സർവീസ് സെന്ററുകളും പൂട്ടണമെന്ന്. അതുപോലെ സൈഡസ് ലൈഫുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തകൾ വരുന്നുണ്ട്. US FDA ഭാഗത്തു നിന്നും പെയിൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ പുതിയ മെഡിസിന് അംഗീകാരം ലഭിച്ചു എന്നുള്ള വാർത്തകൾ. അതുപോലെ തന്നെ നമ്മൾ കാണുകയുണ്ടായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ഇന്നലത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 5 മന്ത് ഹൈ ജമ്പ് ചെയ്യുകയുണ്ടായി. സോ ഇൻഫ്ലേഷന്റെ സാധ്യതകൾ അവിടെ വർദ്ധിക്കുകയാണ്. ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുന്നത് മൂലം തന്നെ നമ്മൾ ഏതാനും മാസങ്ങളായി കാണുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിനെതിരെ വരുന്ന പ്രഷറുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നലെ വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ പ്രകാരം ഈ വരുന്ന ഫെഡ് മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള സാധ്യതകൾ മങ്ങി. അതിനെ തുടർന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നും പുതിയ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട്. നിലവിലെ ഫെഡ് ചെയർമാൻ ജെറോം പവൽ സ്വയമേ രാജിവെച്ച് മാറണമെന്നും, കാരണം അദ്ദേഹം റേറ്റ് കട്ട് നടപ്പിലാക്കുക ഇല്ലെന്നും, അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ അഭിപ്രായ പ്രകാരം നിലവിലെ US ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെൻസന്റിനെയാണ് അദ്ദേഹം അടുത്ത ഫെഡ് ചെയർമാനായിട്ട് കണക്കാക്കുന്നതും എന്നും വാർത്തകൾ വരുന്നുണ്ട്. റോയിറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചില റിപ്പോർട്ടുകൾ ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 40-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് ദൃശ്യമാകുന്നത്. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഗോൾഡിൽ പക്ഷേ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബയോകോൺ കമ്പനിയുടെ സബ്സിഡിയറിക്ക് US FDA ഭാഗത്ത് നിന്നും ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുവാനുള്ള പുതിയ മരുന്നിന് അംഗീകാരം ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. DB കോർപ്പ് ഇൻട്രീം ഡിവിഡന്റ് ആയിട്ട് കമ്പനി 5 രൂപ ഡിവിഡന്റ് പെർ ഷെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത് ജൂലൈ 23, 2025 ആണ്. ITC ഹോട്ടൽസ് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റ് 54% ഉയർന്ന് 133 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂവിൽ 15.5% ഉയർച്ചയും രേഖപ്പെടുത്തി. HDFC ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിവിഡന്റിനെ കുറിച്ചും തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് 19 ജൂലൈയിലേക്ക് ബോർഡ് മീറ്റിംഗ് വിളിച്ചതായിട്ടുള്ള വാർത്തകൾ. വിശാൽ മെഗാമാർട്ട് മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് ബൈക്കോൾ നൽകുകയുണ്ടായി. 165 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. 20% അപ്സൈഡ് ആണ് ഇവരുടെ അഭിപ്രായ പ്രകാരം സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കോഫി ഡേ നമ്മൾ കണ്ടു ഇന്ന് സ്റ്റോക്കിൽ 10% റാലി നേടിക്കൊണ്ട് അപ്പർ സർക്യൂട്ട് അടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കമ്പനി പുറത്തുവിട്ട ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിൽ ഇന്ത്യയിലെ വെറ്ററൻ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ ഡോളി കന്നയുടെ പേര് വന്നതിനെ തുടർന്നാണ്. PVR ഐനോക്സ് ഇന്ന് സ്റ്റോക്കിൽ 2% ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി.
കാരണം കർണാടക ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. കർണാടകയിൽ മൊത്തത്തില് ക്യാബ് ടിക്കറ്റ് പ്രൈസ് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട്. അതായത് 200 രൂപയാണ് ഒരു ടിക്കറ്റിന് ഗവൺമെന്റിന്റെ പ്രപ്പോസൽ പ്രകാരം ചാർജ് ചെയ്യുക. അതിനുള്ളിൽ തന്നെ GSTയും കളക്ട് ചെയ്യും. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.